അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഗൈസ്. അതിൽ ഞാൻ വയ്യ പറഞ്ഞുതരാം. പിന്നെ വന്ന ആൾക്കാർ നമ്മൾ സൽക്കരിക്കുക മസ്റ്റ് ആണല്ലോ. അപ്പൊ നമ്മള് വേഗം പീടിയെല്ലാം പോയി സാധനം വാങ്ങി ഈ കൈതച്ചക്ക ഒറ്റക്ക് വാങ്ങാൻ തുടങ്ങി ഗായ്സ്. തളവായി ബൈ. പിന്നെ വീട്ടിലെ മൂത്ത മക്കളെന്ന് നമ്മൾ വീട്ടിലെ ജോലികളും ചെയ്ത് കൊടുക്കണല്ലോ. പണ്ട് എംബേജാൻ ഞങ്ങളുടെ വ്ളോഗ് കണ്ട് വിളിച്ചിരിക്കുന്ന കണ്ടോ. ഒരിക്കും വേണ്ട എന്റർടൈൻമെന്റ്. ഈ കേരി വരുന്ന കൂട്ടങ്ങളാണ് ഗൈസ് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ. നമ്മളെല്ലാം 10ാം ക്ലാസ്സിലെ പഠിക്കീസാണ്. പിന്നെ വന്നാൽ നമ്മൾ സൽക്കാരം കൊടുക്കാൻ പാടില്ലല്ലോ. എല്ലാവരും വിളിച്ച് ക്യാമറ വന്ന് വരും ഭയങ്കര മാഞ്ഞായിരിക്കും. ഇവനിക്ക് പിന്നെ വലിയ വലിയ ഡീൽസ് അവന്നപ്പം മുതലേ കൊള്ളാം. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയ കൂട്ടത്തിലുള്ള ഊക്കല് സ്വാഭാവികം. പണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്നത് എല്ലാവരും നിങ്ങൾ ട്വിൻസാണ് ഈ പച്ചക്കുപ്പായ അഞ്ഞങ്ങൾ ട്വിൻസ് പോയ ഉണ്ട് ഗായ്. രാവിലത്തെ സൽക്കാരം കഴിഞ്ഞ് ഉച്ചക്കത്തെ സൽക്കാരത്തിന് സമയമായി. അപ്പം എനിക്ക് ബിരിയാണി കൊടുക്കാം. അടിപൊളി ചിക്കൻ ബിരിയാണിയും കഴിച്ച് ഹൈറായി. നമ്മളെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പത്തെ വീട്ടിൽ മിന്നുമോള് വന്നിരിക്കണം കാണാൻ. ഇതിപ്പോ എന്താ കഥ പെണ്ണിന്റെ കളി നോക്കാം. അവിടെ വിളിച്ചാൽ വേറെ ഞങ്ങൾക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ കോൾ വെച്ച് കണ്ട് സന്തോഷപ്പെട്ടു. എപ്പെങ്കിലും നടക്കുന്ന സംഭവം ഈ കണ്ടുമുട്ടില്ല. അപ്പൊ നമ്മൾ കുറെ ഫോട്ടോ എടുത്ത് ഇതിപ്പോ കാണാൻ പെണ്ണ് കാണില്ല. അന്ന് അതേപോലെ ഞാൻ വെയിറ്റ് എന്താ ഇത് ജ്യൂസെല്ലാം കുടിച്ച് എല്ലാവരും ഹാപ്പി ആയി. അണ്ട് വീടോട്ട് ഓടിയും വീടുണ്ടല്ലോ. അപ്പൊ വന്ന ആൾക്കാരും ചായ ഉണ്ടായിക്കോട്ടെ ഞാൻ വന്ന് നോക്കിക്കാന്ന് പറഞ്ഞ് ഓരോന്നും ചായ ഉണ്ടാക്കി കുടിച്ച്. ചായ ഉണ്ടാക്കി കൊടുക്കാതെ ദേഷ്യം കൊണ്ടാണ് എല്ലാവരും 4 മുള്ളൊക്കെ പോയി ചായ കുടിക്കുന്നു. നമ്മുടെ നാട്ടിൽ പിന്നെ ഇടക്കിടക്ക് ബസ്സിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളിങ്ങനെ വെറുതെ അഴയുന്നു. അരമണിക്കൂറിന് ശേഷമാണെങ്കിൽ നമ്മൾ ബസ് വന്ന് കൈ സോയിലെല്ലാം കയറ്റി വിട്ട് ഞാൻ ബായ് പറഞ്ഞു. അപ്പൊ വെക്കുന്നവളെ.